എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഡോക്ടർ പ്രവീൺ ഗോപിനാഥ് ആണ്. പയ്യന്നൂർ മുകുന്ദ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ് ആണ്. സർ നമസ്കാരം, വെൽക്കം ടു മറുനാട്. സർ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായും സ്ത്രീകളുടെ കുറച്ച് പ്രശ്നങ്ങൾ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, എസ്പെഷ്യലി എബോവ് 30s ഉള്ള സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പൊതുവിൽ 30 കഴിഞ്ഞാൽ പിന്നെ ആന്റിമാരാണ്. ഇപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡി ആയ സാധനമാണ്. ഇരിക്കുമ്പോ മുട്ടുവേദന, നടുവേദന പ്രശ്നങ്ങൾ വരുന്ന 30കളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സയൻസ് അതൊക്കെയായിട്ട് എപ്പോഴും കാണാറുണ്ട്. സത്യത്തിൽ 30കൾ കഴിഞ്ഞാൽ പിന്നെ ആന്റിമാരാവുകയാണോ? നമ്മുടെ ജനറ്റിക്സിന്റെ ആണോ, എന്താ പറയുക, നമ്മുടെ ജീവിതശൈലിയുടെ ആണോ? എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഇപ്പോഴ് ആക്ച്വലി പുരുഷന്മാരായാലും സ്ത്രീകളായാലും ആക്ച്വലി ഇപ്പം 50-60 ഒക്കെ ആയാലും കുറച്ചു കാലം മുമ്പ്, ഒരു 30 കൊല്ലം മുമ്പുള്ള അവസ്ഥയെക്കാളും ഇപ്പോഴ് യങ്ങറാണ് ആൾക്കാര്. കൂടുതൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇപ്പോഴ് കൂടുതൽ ആന്റിമാര് ആവാൻ തുടങ്ങി, വേഗം വയസ്സാവാൻ തുടങ്ങി ഒക്കെയാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്നാലും പക്ഷെ ഒരു എപ്പോഴും പറയാറുണ്ട് 30കൾ അല്ലെങ്കിൽ 40കൾ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അവര് ജിമ്മിൽ പോകുന്നു, സമീകൃതമായ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്, കുറച്ചുകൂടി അവര് ഹെൽത്ത് അറിയാം, സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പോലും എന്റെയൊക്കെ അമ്മമാര് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അമ്മയുടെ അനുജത്തിമാര്, ചേച്ചിമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും പോലും ഏതെങ്കിലും തരത്തിൽ വ്യായാമം ചെയ്യുന്നില്ല. അവർ പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ഓടി നടന്ന പണികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് മതിയല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. സത്യത്തിൽ അത് മതിയോ മലയാളികളുടെ ഒരു രീതി അനുസരിച്ച്? നമുക്ക് ആക്ച്വലി ലൈഫിൽ വന്ന മാറ്റം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടി എന്നുള്ളതാണ്. മുമ്പ് അവൈലബിൾ ആയതിനേക്കാളും ഭക്ഷണം ഉണ്ടായാൽ പോലും നമുക്ക് കാലറി കണ്ടന്റ് വ്യത്യാസമുണ്ട്. ഇന്നിപ്പോ കൂടുതൽ സ്വീറ്റ്സ്, ഫ്രൈ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അവൈലബിൾ ആണ്. മുമ്പൊക്കെ എനിക്കൊന്നൊരു 30-40 കൊല്ലം മുമ്പ് സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നത് എപ്പോഴെങ്കിലും ആയിരിക്കും, ഓണത്തിനും എപ്പോഴെങ്കിലും ഉള്ള ഒരു കല്യാണത്തിനായിരിക്കും. ഇന്നിപ്പം ഓൾമോസ്റ്റ് ഡെയിലി കഴിക്കുന്ന, ഒരു മന്ത്ലി മുമ്പ് കഴിക്കുന്ന സാധനങ്ങള് ഇന്നിപ്പോ ഓൾമോസ്റ്റ് ഡെയിലി അല്ലെങ്കിൽ ഒന്നിലധികം തവണ ഡെയിലി കഴിക്കുന്നുണ്ട്. അതാണ് മെയിൻ മാറ്റം. പിന്നെ ഒന്ന് നമ്മളെ നേരത്തെ പറഞ്ഞ വ്യായാമം തന്നെ. ഇതൊക്കെ കാരണം കൊണ്ട് പിന്നെ ഓഫ് കോഴ്സ് നമ്മളെ ജീവിതശൈലി നമ്മളെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ആരോഗ്യം ജനങ്ങൾക്ക് ഉണ്ട് എങ്കിലും ഒരു പൊതുവെയുള്ള ഒരു ധാരണ ഇന്നത്തെ ആളുകൾക്ക് ആരോഗ്യം കുറവ് എന്നാണ്. എന്നാലും പിന്നെ ആരോഗ്യം ഉണ്ടെങ്കിലും കുറച്ചുകൂടി നമുക്കത് മെച്ചപ്പെടുത്താൻ പറ്റും. ഓക്കെ. ആയുർദൈർഘ്യം ഒക്കെ വർഷങ്ങൾക്ക് മുൻപുള്ളതിനേക്കാൾ നമ്മൾ വളരെ മുന്നിലാണ്, ആയുർദൈർഘ്യം കൂടുതലാവുന്നുണ്ട്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, 40 കഴിഞ്ഞാൽ ഈ പൊതുവിൽ പറയാറുള്ളൂ മുട്ടിന് തേയ്മാനം വരുന്നു, എല്ലുകൾക്ക് തേയ്മാനം വരുന്നു എന്നൊക്കെ. ഇത് എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത്? ഈ തേയ്മാനം എന്ന് പറയുന്ന മാറ്റം ആക്ച്വലി നമുക്ക് നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മൾ ചെറിയ ചെറിയ ഇഞ്ചുറീസും ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ബോഡിക്ക്. ബോഡി യഥാസമയം റിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ബോഡി റീജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്ന ആ സ്പീഡ് ആക്ച്വലി ഒരു 40 കഴിഞ്ഞാൽ വളരെ കുറയും, പെട്ടെന്ന് കുറയും. പിന്നെ അത് നമുക്ക് ഒരു 50-ൽ എത്തിയ ഒരാൾക്ക്, ഒരു 45-ൽ എത്തിയ ഒരാൾക്ക് ഇവൻ പെർസീവ് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ മുമ്പത്തെ അത്ര നമുക്ക് നമ്മുടെ ബോഡി സ്വയം റിപ്പയർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് തന്നെ ഉണ്ടാവുന്ന വിധത്തിൽ പെട്ടെന്നുള്ള ഒരു മാറ്റം പോലെ അത് ഉണ്ടാവുന്നുണ്ട് ഒരു 40 കഴിഞ്ഞാല്. അതാണ് മെയിൻലി മാറ്റം. തേയ്മാനം സംഭവിക്കുന്നതല്ല, ഡെയിലി ഉള്ള തേയ്മാനങ്ങൾക്ക് ബോഡി യഥാസമയം റിപ്പയർ ചെയ്യുന്നില്ല. നമ്മൾ വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ബോഡിയും നമ്മൾ സ്വയം ഒരു മെയിൻ്റെനൻസ് മോഡ് ഉണ്ട് ബോഡിക്ക്. അത് ഒരു യഥാസമയം ബോഡി നടത്തുന്നില്ല. അതൊരു എവല്യൂഷണറി ഫാക്ട് ആണ്. എന്നുവെച്ചാൽ എവല്യൂഷന്റെ ഒരു എഫക്റ്റ് ആണ്. നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഏജ് കഴിഞ്ഞാൽ ബോഡിക്ക് നമ്മളെ വേണ്ട, അല്ലെങ്കിൽ നമ്മളെ ജീൻസിന് നമ്മളെ ബോഡി വേണ്ട. നമ്മുടെ കുട്ടികളിലൂടെയാണ് അത് പിന്നീട് പടരുന്നത്. അപ്പോൾ നമ്മളെ ബോഡി പിന്നെ വിതറൗട്ട് എന്ന് വെച്ചാല് ക്രമേണ ഡിഗ്രേഡ് ചെയ്ത് പോവുകയാണ്. അതിലേക്കായിട്ട് നമ്മളെ ജീൻസ് നമ്മളെ ബോഡി വിടുകയാണ്. ഇതൊരു നാച്ചുറൽ ഇവല്യൂഷൻ പരമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ?
മെയിൻലി നമ്മളെ വെയിറ്റ് മാനേജ്മെന്റ് ആണ് മെയിൻലി. ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ വെയിറ്റ് മുമ്പൊക്കെ നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് ആ വാക്ക് തന്നെ ഉദ്ദേശിക്കുന്നത് ഒരു തടിയായിരിക്കും. നല്ല ആരോഗ്യമുള്ളവരുത്തെന്ന് പറഞ്ഞാല് നല്ല തടിയുള്ളവരുത്തെന്നാണ് പൊതുവെ നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പം വെയിറ്റ് മാനേജ്മെന്റ് തന്നെയാണ് ഫസ്റ്റ്. വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടി വരുന്ന കാര്യം എന്ത് വേണ്ടത് എന്ന് വെച്ചാൽ മെയിൻലി ഭക്ഷണമാണ്. വെയിറ്റ് മാനേജ്മെന്റിന് വ്യായാമത്തെക്കാളും ഭക്ഷണത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഭക്ഷണമാണ് നെക്സ്റ്റ്. നമ്മൾ എന്ത് കഴിക്കുന്നു, കാലറി കൂടിയ മുമ്പ് കുറച്ച് കാലറി കൂടിയ കഴിച്ചാലും നമുക്ക് അധികം വ്യായാമം ഉള്ളത് കൊണ്ട് അത് ഉപയോഗപ്പെട്ടു പോയിരുന്നു. ഇന്ന് വ്യായാമം എന്ന് വെച്ചാൽ നമ്മള് പൊതുവെയുള്ള നടത്തവും ജോലികളും ഊർജത്തിന്റെ ഉപയോഗം കുറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒന്ന് ഭക്ഷണം ശ്രദ്ധിക്കണം, കാലറി കൂടിയ ഭക്ഷണം കഴിക്കുന്നത് കുറക്കണം. പിന്നെ എന്തെങ്കിലും വ്യായാമം മുമ്പ് ചെയ്യുന്ന ഇതിന് പകരമായിട്ട് നമ്മൾ ഇന്ന് എന്തെങ്കിലും വ്യായാമം ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ 40 എത്തുമ്പോഴോ പിന്നെ അല്ലെങ്കിൽ 30 കഴിയുമ്പോഴോ ഒന്നല്ല. അത് ചെറുപ്പം മുതൽ തന്നെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് കണ്ടമാനം സ്വീറ്റ് കൊടുക്കുകയും പിന്നെ അവരില് മൊബൈല്, വീട്ടിനുള്ളിലുള്ള ആക്ടിവിറ്റീസ് അങ്ങനത്തെ എൻകറേജ് ചെയ്യുന്നതിന് പകരം അവർക്ക് ഹെൽത്തി ഭക്ഷണം, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കഴിക്കാൻ എൻകറേജ് ചെയ്യാൻ. ഇത് തീരെ കഴിക്കാത്ത കുട്ടികൾ ഉണ്ട്. വെറും ജ്യൂസും അങ്ങനെയൊക്കെയുള്ള മാത്രം കഴിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരിൽ തന്നെ നമ്മള് ആക്ച്വലി നമ്മള് മരിക്കാൻ തുടങ്ങുന്നത് നമ്മൾ ജനിക്കുമ്പോഴാണ്. ഫ്രം അവർ ബർത്ത് വി ആർ സ്റ്റാർട്ടിങ് ടു ഗ്രാജുവലി വി ആർ ഡൈങ്. അപ്പോൾ നമ്മൾ ആ കുട്ടികളിൽ തന്നെ ആ ഒരു ശീലം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കത് ആ പ്രായം എത്തുമ്പോഴും നമുക്കത് ഗുണം ചെയ്യും. അത് നമുക്ക് ആ ഒരു ശീലം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ സ്ത്രീകൾ പൊതുവിൽ കാണപ്പെടുന്ന വളരെ കോമൺ ആയിട്ടുള്ള ക്യാൻസർ കൂടിയാണ് ഗർഭാശയ ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലും മുൻകരുതൽ എടുത്താൽ മാറുമോ? ക്യാൻസറിന് നമുക്കറിയാം അത് ജീനുകൾ വഴി ഉള്ള ട്രാൻസ്മിഷൻ ഉള്ള പോസിബിലിറ്റീസ് പലപ്പോഴും പറയാറുണ്ട്. എങ്ങനെ അല്ലാതെ ലൈഫ് സ്റ്റൈലായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് മാറും? നമുക്ക് ഏത് അസുഖം എടുത്താലും നമുക്ക് ഗൂഗിൾ ചെയ്യാം. ഇപ്പൊ ഹൗ ടു പ്രിവെന്റ് ബ്രസ്റ്റ് ക്യാൻസർ, അല്ലെങ്കിൽ ഹൗ ടു പ്രിവെന്റ് യൂട്രൈൻ ക്യാൻസർ, അല്ലെങ്കിൽ ഹൗ ടു പ്രിവെന്റ് ഹാർട്ട് ഡിസീസ്, ഹൗ ടു പ്രിവെന്റ് ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ്, എല്ലാം ഏതെടുത്താലും നമുക്ക് നമ്മളായി ചെയ്യാൻ പറ്റുന്ന മെയിൻ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ഇപ്പൊ ക്യാൻസറിന്റെ കാര്യത്തിലാണെങ്കിൽ പുകവലി ആ ഒരു അഡീഷണൽ ഇത് വരും. അത് ഈവൻ ഹാർട്ട് ഡിസീസിലും ഒക്കെ വരും, കിഡ്നി ഡിസീസിലൊക്കെ വരും. പിന്നെ വെയിറ്റ് മാനേജ്മെന്റ്, ഹെൽത്തി ഡയറ്റ്, കാലറി കണ്ടന്റ് കുറഞ്ഞ ഡയറ്റ്, മൂവ്മെന്റ്, എക്സസൈസ്, ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ് എല്ലാത്തിലും വരിക. അപ്പോ പിന്നെ നമ്മൾ ക്യാൻസറിന്റെ കാര്യത്തിലും ഇപ്പോ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് എക്സ്ട്രാ ഉള്ള ക്യാൻസേഴ്സ് യൂട്രൈൻ ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ. ഇതില് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ മെയിൻ ആയിട്ട് അത് ഈ നമ്മൾ അർബനൈസേഷൻ കൂടുമ്പോൾ, ആക്ച്വലി ഒരു കാലം വരെ ഇന്ത്യയിൽ ഈ തേർഡ് വേൾഡ് കൺട്രീസിൽ കുറവായിരുന്നു, വെസ്റ്റേൺ കൺട്രീസിൽ അധികമായിരുന്നു. നമ്മൾ അർബനൈസേഷൻ വരുമ്പോൾ ആക്ച്വലി നമുക്ക് കാണാൻ പറ്റും സിറ്റീസിൽ ഇത് അധികമാവാൻ തുടങ്ങി. ക്രമേണ അർബനൈസേഷനുള്ള ആ ലൈഫ് സ്റ്റൈൽ മാറുന്ന എല്ലാ ആളുകളിലും ഈ കൂടിയ അളവിൽ ബ്രസ്റ്റ് ക്യാൻസർ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മെയിൻലി അതും വെയിറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്ക് വെയിറ്റ് കൂടുമ്പോഴും അഡിപ്പോസിറ്റി കൂടുമ്പോഴും ഒക്കെ പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ അളവ് കൂടുന്നുണ്ട്. വേറൊന്ന് നമ്പർ ഓഫ് ചിൽഡ്രൻ, കുട്ടികൾ ഉണ്ടാവുന്നത് കുറയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ കൂടുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ അധികം ഉണ്ടാക്കണം എന്നല്ല, ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു അളവിൽ അത് കൂട്ടുന്നുണ്ട്. അത് അവെയർ ആയിരിക്കണം. പിന്നെ ജെനറ്റിക്സ് ഒവേറിയൻ ക്യാൻസറിലും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒവേറിയൻ ക്യാൻസർ മെയിൻലി പ്രിവെന്റ് ചെയ്യാൻ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇപ്പൊ ആസ്ബസ്റ്റോസ് ഒക്കെ കൂട്ടുന്നുണ്ട്. അത് ഇന്ന് ഉപയോഗം കുറവാണ്. പിന്നെ യൂട്രൈൻ ക്യാൻസർ, യൂട്രസിൽ 2 ക്യാൻസറാണ് ഉള്ളത്. ഒന്ന് പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസർ, വേറൊന്ന് സർവൈക്കൽ ക്യാൻസർ. ഇന്ന് സർവൈക്കൽ ക്യാൻസർ ഓൾമോസ്റ്റ് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. ഒരു HPV എന്നുള്ള ഒരു വൈറസ് മൂലമാണ് ഉണ്ടാവുന്നത്. അതിന്റെ വാക്സിൻ വന്നിട്ടുണ്ട്. അതിന്റെ എഫക്റ്റ് അറിയണമെങ്കിൽ ഇന്ന് വാക്സിനേറ്റ് ചെയ്ത ആൾക്കാര് അവര് പ്രായം എത്തുമ്പോൾ അവരിൽ ക്യാൻസർ കുറയുന്നുണ്ട് എന്നുള്ള ഒരു ഇത് വരണം, സ്റ്റാറ്റിസ്റ്റിക്സ് വരണം. പ്രൂവ് ചെയ്യാൻ സമയമെടുക്കും. എങ്കിലും അതിന്റെ ഒരു പിന്നെ മിക്കവാറും HPV വൈറസ് നമ്മളിൽ
പിന്നെ മനുഷ്യരിലെ സർവൈക്കൽ ക്യാൻസർ ഗണ്യമായ തോതിൽ കുറക്കാനാണ് സാധ്യത. അത് ഉപയോഗപ്പെടുത്തി നമുക്കത് കുറക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എങ്കിലും നമുക്ക് ഇന്ന് ഒരു വലിയൊരു ശതമാനം ആൾക്കാര് അവര് അത് എടുക്കാത്തവരുണ്ട്. അവരിലെ സ്ക്രീനിങ്, പാപ്മിയർ സ്ക്രീനിങ് 3 കൊല്ലം 5 കൊല്ലം കൂടുമ്പോൾ, ഇന്ത്യയിൽ അത് 5 കൊല്ലമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ UK 3 കൊല്ലമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 5 കൊല്ലം കൂടുമ്പോൾ 40 കഴിഞ്ഞാൽ പാപ്സ്മിയർ സ്ക്രീനിങ് ചെയ്താല് നമുക്ക് ഈ ക്യാൻസർ വരുന്നതിന് 15 മുതൽ 20 കൊല്ലം വരെ മുമ്പ് തന്നെ അതിന്റെ മാറ്റങ്ങൾ അറിയാനും അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാനും പറ്റും. അപ്പൊ അതൊരു പിന്നെ ഇപ്പം ചില സ്വീഡനിലൊക്കെ 97% ക്യാൻസേഴ്സ്, സർവൈക്കൽ ക്യാൻസേഴ്സ് ഇങ്ങനെ റെഗുലർ സ്ക്രീനിങ് മൂലം കുറച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വലിയൊരു ടൂളാണ്. പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസറിന് അത് മെയിൻലി ഈ ഹോർമോണിന്റെ ആക്ഷൻ കൊണ്ടാണ്, യൂട്രസിന്റെ മേലെ ഹോർമോണിന്റെ ആക്ഷൻ കൊണ്ടാണ്. അതും പിന്നെ വളരെ എളുപ്പമാണ് ട്രീറ്റ് ചെയ്യാൻ. ഒന്ന് പ്രിവെന്റ് ചെയ്യാനും എളുപ്പമാണ്. പിന്നെ ഇറഗുലർ ബ്ലീഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് എടുക്കുമ്പോൾ അത് പ്രിവെന്റ് ചെയ്യും. പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസർ വരുന്നതും കുറച്ച് പ്രായം കൂടിയവരിലാണ്. അതിന്റെ സിംറ്റം ആയിട്ട് ബ്ലീഡിങ് അതൊക്കെ കാണും. ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യപ്പെടും. ഒവേറിയൻ ക്യാൻസർ ആണ് നമ്മൾ പൊതുവെ ലേറ്റർ സ്റ്റേജിൽ, സ്റ്റേജ് 3 സ്റ്റേജ് 4 ഡിറ്റക്ട് ചെയ്യുന്നത്. എൻഡോമെട്രിയൽ ക്യാൻസർ ഈ ബ്ലീഡിങ് നേരത്തെ കാണുന്ന പോലും ഏർലി സ്റ്റേജിൽ കാണപ്പെടുകയും പിന്നെ ഡിറ്റക്ട് ചെയ്യുകയും വളരെ മോർ ദാൻ 95% ക്യൂർ റേറ്റ് അതിനുണ്ട്. ഈ ഒവേറിയൻ ക്യാൻസറിനാണ് ആക്ച്വലി പിന്നെ നമുക്ക് ക്യൂർ റേറ്റും എന്ന് വെച്ചാൽ ലേറ്റർ സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുന്നത് കൊണ്ടും പിന്നെ സ്പ്രെഡ് ഫാസ്റ്റ് ആയതുകൊണ്ടും നമുക്ക് വന്നാല് അതിന്റെ പ്രശ്നങ്ങളും പിന്നെ ഡെത്ത് റേറ്റ് ഒക്കെ അധികമുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ഫിറ്റ്നസിലേക്ക് അല്ലെങ്കിൽ ആ വ്യായാമത്തിലേക്ക് പോകുമ്പോൾ ആദ്യം കഴിക്കുന്നത് മൾട്ടി വൈറ്റമിൻസ് ആണ്. സത്യത്തിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് വൈറ്റമിൻസ് ആണ് നമ്മുടെ സ്ത്രീകൾ പൊതുവിൽ കൺസ്യൂം ചെയ്യേണ്ടത്? നമുക്ക് അതിന് സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടോ? അത് നമ്മൾ മൾട്ടി വൈറ്റമിൻസ് കഴിക്കുന്നതിൽ ഒരു കാര്യമില്ല. അത് നമുക്ക് ഒരു ബെനിഫിറ്റും ചെയ്യുന്നതായിട്ട് സ്റ്റഡീസ് കാണിക്കുന്നില്ല. ഇന്ന് വലിയൊരു ഇൻഡസ്ട്രിയാണ് ഈ മൾട്ടി വൈറ്റമിൻസും വേറൊന്ന് ആന്റി ഓക്സിഡൻസും. രണ്ടിനും ഒരു ഗുണവുമില്ല. പിന്നെ ആന്റി ഓക്സിഡൻസ് ആക്ച്വലി നമുക്ക് ഹാം ചെയ്യുന്നുള്ള കണക്കുകളാണ് ഉള്ളത്. അപ്പോ നമുക്ക് വെറുതെ ഒരു മൾട്ടി വൈറ്റമിൻ കഴിക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ എത്രയോ നല്ലതാണ് പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നത്. നമുക്ക് അതിന്റെ ആക്ച്വൽ കോസ് അറിയില്ല. ഫ്രൂട്ട്സിലുള്ള വേറെ എന്തെങ്കിലും കണ്ടന്റ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പിനേഷനിൽ വരുന്നതുകൊണ്ടോ ആയിരിക്കാം. മൾട്ടി വൈറ്റമിൻസ് ആക്ച്വലി നമ്മൾ വെറുതെ എടുക്കുന്നത്, നമുക്കൊരു ഡെഫിഷ്യൻസി ഉണ്ടായിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ വൈറ്റമിൻ എടുക്കുന്നത് വേറെ കാര്യം. പക്ഷെ മൾട്ടി വൈറ്റമിൻസ് ആസച്ച് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് പിന്നെ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ വൈറ്റമിൻസ് എന്തൊക്കെ എടുക്കണം എന്നുള്ളതിൽ നമുക്ക് മിക്ക വൈറ്റമിൻസും നമ്മള് ഭക്ഷണത്തിൽ വരുന്നുണ്ട്. വൈറ്റമിൻ ഡി ആണ് നമ്മൾ ആക്ച്വലി പിന്നെ നമ്മൾ കുറവ് കഴിക്കുന്നത്, നമ്മള് വേണ്ടതിലും കുറവ് കഴിക്കുന്നത്. അത് നമുക്ക് ക്ഷീണം പിന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ലോങ് ടേം ആണെങ്കിൽ നമുക്ക് പിന്നെ ബോണിന്റെ ബലക്കുറവ്, ഫ്രാക്ചേഴ്സ്, ഓൾഡ് ഏജ് ഫ്രാക്ചേഴ്സ് അതൊക്കെ ഉണ്ടാക്കാൻ, ഓസ്റ്റോപോറോസിസ് അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടും. അപ്പൊ വൈറ്റമിൻ ഡി നമ്മളൊരു നിശ്ചിത അളവിൽ നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് സൂര്യപ്രകാശത്തിലൂടെ കിട്ടണം. അപ്പൊ അതിന് നല്ല വഴി പിന്നെ സൂര്യപ്രകാശം തന്നെയാണ്. അത് വേണ്ടത്ര കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അത് ആക്ച്വലി അത്രയൊന്നും വേണ്ട. ഒരു ദിവസം ഒരു 10 മിനിറ്റ് കുറച്ച് നല്ല വെയിലുള്ളപ്പോൾ കൊണ്ടാൽ മതി, അത്രേ വേണ്ടു. പിന്നെ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കുറച്ച് ബോഡി പാർട്സ് എക്സ്പോസ് ചെയ്യാൻ, കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ട് കൊണ്ടിട്ടും കാര്യമില്ല. അത് കഴിയുന്നില്ലെങ്കിൽ ചെറിയൊരു ഡോസിൽ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി പല ഡോസിൽ വരുന്നുണ്ട്, അതിന് കണക്കാക്കി കഴിച്ചാൽ മതി. ഇന്ന് പലപ്പോഴും അത് ഓവർ ഡോസിങ്ങിൽ പോകുന്നുണ്ട് വൈറ്റമിൻ ഡി. ഓക്കെ, ഈ മൾട്ടിവൈറ്റമിന്റെ കാര്യം നമുക്കൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നു. കാര്യം മൾട്ടിവൈറ്റമിൻ പൊതുവിൽ എല്ലാവരും പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ പോകുന്നവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. നമുക്കറിയാം വാട്ടർ സോല്യൂബിളും ഉണ്ട്, ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസും ഉണ്ട്. ഇത് മൾട്ടിവൈറ്റമിൻ എന്ന് പറയുമ്പോൾ ഡെഫിഷ്യൻസി ഇല്ലാത്ത ഒരാൾ പോലും ഇത് കഴിക്കുന്നത് സത്യത്തിൽ ഹാംഫുൾ അല്ലേ? ഹാംഫുൾ ആണോ അതോ പ്രയോജനം ചെയ്യുന്നുണ്ടോ? പല വൈറ്റമിൻസും വേണ്ടതിലധികം കഴിക്കുന്നത് ഹാംഫുൾ ആണ്. ഇപ്പം വൈറ്റമിൻ എ, പിന്നെ ഈവൻ വൈറ്റമിൻ ഡി, അങ്ങനെ പല വൈറ്റമിൻസും നമുക്ക് വേണ്ടതിലധികം കഴിക്കുന്നത് മോശമാണ്.
അപ്പൊ നമുക്ക് മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആയിട്ട് അങ്ങനെ ഈവൻ വൈറ്റമിൻ ഡി ഇപ്പം 60K ഒക്കെ വരുന്നുണ്ട്. 2K ഡെയിലി ആണ് വേണ്ടത്. അതായത് 2000 യൂണിറ്റ്സ് ഡെയിലിയാണ് വേണ്ടത്. അപ്പൊ 60,000 മന്ത്ലി മതി. അതിപ്പം അത് വീക്കിലി ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടതിലും വളരെയധികം വൈറ്റമിൻ ഡി ആണ് കഴിക്കുന്നത്. കുറച്ചൊരു കാലയളവിലേക്ക് അത് ഓക്കെയാണ്, പക്ഷെ അത് കുറെ നാൾ കഴിക്കുമ്പോൾ അത് ആവശ്യത്തിലധികമാവും. മറ്റൊരു ചോദ്യമുണ്ട്. ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പൊതുവിൽ പറയാറുണ്ട്, ആണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തരാണ്, ബയോളജിക്കൽ ഡിഫറൻസസ് ധാരാളമുണ്ട്. പൊതുവിൽ സ്ത്രീകൾ കുറച്ചധികം ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊരു വാദമുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ? അതോ ഒരു പ്രസവിക്കുന്നുണ്ട്, ഒരു മറ്റൊരു ജനറേഷനെ ക്യാരി ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ കൺസിഡറേഷൻസ് വേണമോ എന്നൊരു ചോദ്യം. മുമ്പൊക്കെ ഒരു സ്ത്രീകളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്ന വിധത്തിലായിരുന്നു. സ്ത്രീകൾക്ക് വീട്ടിൽ അവസാനമാണ് ഭക്ഷണം, ബാക്കി ലെഫ്റ്റോവേഴ്സ് ആണ് സ്ത്രീകൾ കഴിക്കുക. പിന്നെ റിസ്കി ആയിട്ടുള്ള ജോബ്, റിസ്കി ആയിട്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും മണങ്ങി ഇരുന്ന് അങ്ങനെയൊക്കെയുള്ള ഹെൽത്തിന് റിസ്കി ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നമ്മളെ ജോയിന്റ്സിനൊക്കെ റിസ്കി ആയിട്ടുള്ള പണികളാണ് സ്ത്രീകൾ ചെയ്യുക. പുരുഷന്മാർ നേരെ നിന്നിട്ടായിരിക്കും ചെയ്യുന്നത്. ഇന്ന് കുറെ ഒരാളൊക്കെ അത് മാറിയിട്ടുണ്ട്. സ്ത്രീകളും നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് മണങ്ങിയിട്ടുള്ള ജോലി കുറക്കാനുള്ള ഉപാധികൾ ഇന്നുണ്ട്. പക്ഷെ ചില സ്ത്രീകൾ അത് നല്ലതാണെന്ന് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഗർഭിണികളെ കൊണ്ട് മണങ്ങി ജോലി ചെയ്യിക്കണം എന്നൊക്കെ ഉള്ള വിശ്വാസങ്ങൾ ഇന്ന് ധാരാളമായിട്ടുണ്ട്. സ്ത്രീകൾക്ക് പൊതുവെ ആയുസ് പുരുഷന്മാരെക്കാളും കൂടുതലാണ്. സ്ത്രീകൾ വീക്കുന്ന നമ്മള് അങ്ങനെ മസ്കുലർ സ്ട്രെങ്ത്തിന് പറയുകയാണെങ്കിലും അത് ആക്ച്വലി അവർക്ക് അഡ്വാൻറ്റേജസ് ആണ്. ലൈഫ് സ്പാൻ കൂടുതലാണ്. ലൈഫ് സ്പാൻ കൂടുമ്പോൾ അവരെ ക്വാളിറ്റി ഓഫ് വെച്ചാല് ഡിസീസ് ഫ്രീ ആ ഒരു ലൈഫ്, അവസാനം ആവശ്യതകളോടെയുള്ള ജീവിതത്തിന്റെ ആ ഒരു ഭാഗം അത് ഏകദേശം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ ആയിരിക്കും. ആ ഡിസീസ് ഫ്രീ ലൈഫ് സ്ത്രീകൾക്കും അധികമാണ്. മറ്റൊരു അവസാനത്തെ ഒരു ചോദ്യം, ഈ പൊതുവിൽ ഈ ഇപ്പോഴത്തെ ജനറേഷനിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് കൗമാരക്കാരുള്ള ആളുകൾ അല്ലെങ്കിൽ യുവതികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ വിവാഹത്തോട് വലിയ താല്പര്യമൊന്നുമില്ലാതെ കുട്ടികൾ വേണ്ട എന്ന് ഡിസിഷൻ എടുക്കുന്ന ഒരുപാട് കപ്പിൾസിനെ എനിക്ക് അറിയാം. അപ്പൊ ഡോക്ടർ പറഞ്ഞിരുന്നു, പ്രജനനം ഇല്ലാതിരുന്നാൽ ഒരു കുട്ടികൾ കുറവുള്ളവർക്ക് ബ്രസ്റ്റ് ക്യാൻസറെ പോലുള്ള സാധ്യതകൾ നാച്ചുറലി തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോ സത്യത്തിൽ ഒരു സ്ത്രീ കൺസീവ് ചെയ്യണോ വേണ്ടെന്നുള്ളത് വ്യക്തിപരമായി അവളുടെ മാത്രം ഒപ്പീനിയൻ ആണ്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഐഡിയൽ ഏജ് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നന്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ടല്ലോ, അതുകൂടി ഒന്ന് പറയാൻ പറ്റുമോ? ആൻഡ് ഓൾസോ അബൌട്ട് അബോർഷൻ നടത്താനുള്ള സ്ത്രീയുടെ റൈറ്റിനെ കുറിച്ച്. ഐഡിയൽ ഏജ് ഓഫ് കൺസെപ്ഷൻ 20 to 30 എന്ന് പറയാം. സ്ത്രീകളുടെ ലൈഫ് ഹെൽത്ത് മാത്രം നോക്കുകയാണ് നമ്മളെ കരിയറും എഡ്യൂക്കേഷനും അതൊക്കെ നോക്കാതെ ഹെൽത്ത് മാത്രം നോക്കുവാണെങ്കിൽ 20 to 30 എന്ന് പറയാം. 30 കഴിഞ്ഞ് സ്ത്രീകൾക്കുള്ള ആരോഗ്യം ഈ ഓൾഡ് ഏജ് പ്രോബ്ലംസ് വരാൻ തുടങ്ങും. ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ, ഷുഗർ, ബോഡി ജോയിന്റ്സിന്റെ പ്രോബ്ലംസും അതൊക്കെ വരാൻ തുടങ്ങും. അപ്പൊ അതൊക്കെ പ്രഗ്നൻസി ദുഷ്കരമാക്കും. അതുപോലെ കുട്ടീനെ കെയർ ചെയ്യുന്നതും കുറച്ച് കൂടുതൽ വിഷമം ഉണ്ടാക്കും സ്ത്രീക്ക്. ഒരു 20, 23, 25 ഒക്കെ എത്തുമ്പോൾ സ്ത്രീകൾ ഏറ്റവും ഹെൽത്തി ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും. നമ്മൾ മെഡിക്കലി മാത്രം നോക്കുകയാണെങ്കിൽ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നതായിട്ട് കരുതണ്ട. 20 to 30 ആയിരിക്കും. വേറെന്താ ചോദിച്ചത്? അബൌട്ട് അബോർഷൻ, എന്താ പറയാ, ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ ഡിസിഷൻ മേക്കർ, വിൽ ബി ദ ഡിസിഷൻ മേക്കർ എന്നുള്ളൊരു ചോദ്യം. എന്റെ പേഴ്സണൽ വ്യൂ പറയുകയാണെങ്കിൽ സ്ത്രീ മാത്രമായിരിക്കണം. അബോർഷൻ ആര് തീരുമാനിക്കണം, അത് കുട്ടിയുടെ റൈറ്റ്, അതൊക്കെ നമുക്ക് ഒരു എത്തിക്കൽ ഇഷ്യൂ ആയിട്ട് കരുതാം. കുട്ടി കയ്യിൽ റൈറ്റ് ഉണ്ടോ, ഹസ്ബൻഡിന് റൈറ്റ് ഉണ്ടോ, സമൂഹത്തിന് ഫാമിലിക്ക് റൈറ്റ് ഉണ്ടോ? പൊതുവിൽ പറയുന്നതാണ് അതൊരു ജീവനാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ 4 മാസത്തിനുള്ളിലുള്ള അബോർഷൻ ആണെങ്കിൽ നമുക്ക് ജീവനെ നമ്മൾ കൊന്നുകളയുകയാണോ ശരിക്കും ചെയ്യുന്നത്? അതിനൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു മൊറാലിറ്റിയുടെ പോർഷനിൽ കൂടെ ഒന്ന് ആലോചിക്കും. ജീവൻ എല്ലാത്തിനും ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും പലതിനും ഒരു കാലത്ത് ജീവനുണ്ട്. അപ്പൊ ജീവനാണോ എന്ന് പറഞ്ഞാൽ അതെ, ജീവൻ തന്നെ. നമ്മള് മനുഷ്യനെ ഒരു പ്രത്യേകത, നമ്മളിപ്പം മനുഷ്യനെ കൊല്ലുന്നതാണല്ലോ നമുക്കൊരു ഇതായിട്ട്
നമ്മൾ വേറെ ആനിമൽസിനെ കൊല്ലുന്നത് നമ്മൾ അത്ര ഒരു എത്തിക്കലി റോങ് ആയി നമ്മൾ കരുതുന്നില്ല, മോറലി റോങ് ആയിട്ട് നമ്മൾ കരുതുന്നില്ല. അപ്പൊ മനുഷ്യത്വം എന്നുള്ളത് പിന്നെ നമുക്ക് ഒരു പിന്നെന്താ പറയണ്ടത്, നമ്മളെ കോൺഷ്യസ്നെസ്, നമുക്ക് ഇന്റലിജൻസ്, അതൊക്കെ വരുന്നത് ഒരു ആ ഒരു ഭ്രൂണത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും പിന്നെ സാധ്യത കുറവാണ്. വളരെ ഏർലി ആയിട്ടുള്ള, വളരെ ഏർലി നമ്മൾ അബോർഷൻ ചെയ്യുമ്പോൾ ഈവൺ അതില് ഈ എന്താ പറയാ ഈ ഭ്രൂണം തന്നെ ഉണ്ടാവുന്ന സമയത്തിന് മുമ്പ് 5 to 6 വീക്സിൽ ഭ്രൂണം കുറച്ച് സെൽസ് മാത്രമേ ഉണ്ടാവും. അതിൽ ഈവൺ നെർവസ് സിസ്റ്റോ ബ്രെയിനോ ഒന്നും ഉണ്ടാവില്ല. ബ്രെയിനൊക്കെ വരുന്നത് ഒരു 10 വീക്സ് ആ സമയം ആവുമ്പോഴാണ്. അതിന്റെ നെർവ് സെൽസ് കുറച്ച് വരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. പക്ഷെ അതൊരു പിന്നെ എന്താ പറയാ ഒരു ടാഡ്പോളിനോ അതിനൊക്കെ എത്ര കോൺഷ്യസ്നെസ് ഉണ്ട് എന്നുള്ളത് ഒരു ടാഡ്പോളിന്റെ ലെവലെങ്കിലും എത്തുന്നത് നമ്മളൊരു 7 വീക്സ് ആ സമയത്തായിരിക്കും. ഓക്കെ ഡോക്ടർ, താങ്ക് യു. അപ്പോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മളൊരു സ്ത്രീകളുടെ ഒരു ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ബാക്കി ഇനി കമന്റ് ബോക്സിൽ വരുന്ന സംശയങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ ഇരിക്കാം. കാര്യം ഒരുപാട് സംശയങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് നന്ദി മറുനാടിനോടൊപ്പം സംസാരിക്കാൻ സമയം കണ്ടെത്തിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.